ഹലോ ചേച്ചി, ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. പക്ഷേ അതിലെനിക്ക് ഒരു കാര്യം പറയാൻ, അവസാനം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വിന്നർ ആരാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ ഞാൻ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ്, അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ശരിയാണോ? ഞങ്ങൾ പ്രേക്ഷകർക്കൊരു സസ്പെൻസ് വേണ്ടേ? നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമല്ല പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മറ്റു ചാനലുകളിൽ പറയും. അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ബിഗ് ബോസിനോട് ഒരു ആത്മാർത്ഥമുള്ള ചാനലുകാരാണെങ്കിൽ അങ്ങനെ ആരും പറയാൻ പാടില്ല. അത് കാണുന്ന പ്രേക്ഷകർക്കൊരു സസ്പെൻസ് മൊമെൻ്റ് വേണ്ട. കാരണം ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത് റിയലി അൺപ്രഡിക്റ്റബിൾ ആണ്. കഴിഞ്ഞ സീസണൊക്കെ മണിക്കൂട്ടനായിരിക്കും എന്നുള്ളത് ഒരു 60% ഷുവർ തന്നെയായിരുന്നു. പക്ഷേ ഈ സീസൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് ഉണ്ട്. എന്തായാലും 3 പേര് ആരാന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സീസൺ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് നേരത്തെ കൂട്ടി പറയുന്നത് ശരിയല്ലല്ലോ. അത് നിങ്ങളെപ്പോലെ എല്ലാ ചാനലുകളും, ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്ന ചാനലിലൂടെയൊക്കെ ഞാൻ പറയുന്നുണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? ഇല്ലാത്തവർ കാണണ്ടടാ. സസ്പെൻസ് വേണം. എന്തായിരുന്നാലും 1 മണിക്കൂർ മുന്നേ അറിയും. എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രദറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും. അങ്ങനെയാണെങ്കിൽ താങ്കൾ എൻ്റെ ആ ചാനൽ എടുക്കണ്ട, എടുക്കാതിരുന്നാൽ പോരെ? താങ്കൾ ടി വിയിൽ കണ്ടാൽ മതി. എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത്? യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുക. ആരാണെന്ന് നോക്കാൻ വേണ്ടി യൂട്യൂബ് എടുക്കുമ്പോൾ അല്ലേ കാണുന്നത്? യൂട്യൂബ് എടുക്കണ്ട, മൊബൈലിൽ നോക്കണ്ട, ടി വിയിൽ ഇപ്പോൾ ലൈവ് അല്ലേ കാണുന്നത്? ടി വി മാത്രം കാണുക. ഞാൻ നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളല്ലെങ്കിൽ വേറൊരാളിടും, ശരിയെന്ന്. ഞാൻ ജനറലായിട്ട് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ലല്ലോ. ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ, അങ്ങനെ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ആ സസ്പെൻസ് പോകുക എന്നുള്ള ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് മിസ്സാവും എന്നുള്ള കാര്യം. അത് ഞാനൊന്ന് അറിയിച്ചു എന്ന് മാത്രം. നിങ്ങൾ മാത്രമാണ് ഈ കാര്യം ചോദിച്ചത്. ബാക്കിയുള്ള 50,000 പേര് എൻ്റെ അടുത്ത് ഇടാനാണ് പറഞ്ഞത്. കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ മുന്നേ അറിയുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. കഴിഞ്ഞ തവണയൊക്കെ ഒരു ദിവസം മുന്നേ അറിഞ്ഞു, ഒരാഴ്ച മുന്നേ അറിഞ്ഞു. അപ്പൊ പിന്നെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ചാനൽ ഒന്നും പാടില്ല. എല്ലാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അപ്പം അറിഞ്ഞാൽ മതിയായിരുന്നല്ലോ, എന്ത് കാര്യമാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ എന്താ പറയണ്ടത്? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത്. ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോ കാണാനുള്ള ഇതുപോലും ഇല്ല. കാര്യം ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്, ഓരോ മിനിറ്റ് വെച്ച് അപ്ഡേറ്റ് ചെയ്യും അവർ. ലാലേട്ടൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്, ലാലേട്ടൻ ഇട്ടേക്കുന്ന ഷൂസ്, ഏത് പാട്ടാണ് ഇപ്പം കളിച്ചു കഴിഞ്ഞത്, എല്ലാം അവർ പറയും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. കഷ്ടം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടുമാണ് ഞാൻ ഈ 3 മാസം തള്ളി നീക്കിയത്. അപ്പം ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഇതുമായിട്ട് വരരുത് കേട്ടോ. ഒരുപാട് ഒരു അഭ്യർത്ഥനയാണ്. ഓക്കെ. അതെ, ഞാൻ നിങ്ങളുടെ ഹാർഡ് വർക്കിനെ അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന എഫേർട്ടിനെ ഒന്നും ഞാൻ ചെറുതായിട്ട് കാണുന്നു, ഞാൻ അതിനെ വിമർശിക്കുകയോ അല്ല ചെയ്തത്. ഞാൻ ഈ ഒരു കാര്യത്തിനെ, നിങ്ങൾ മാത്രമല്ല ജനറലി എല്ലാവരും, ഇപ്പോൾ അതിപ്പോൾ ഒരു ദിവസം മുന്നേ അറിഞ്ഞാലും അരമണിക്കൂർ മുന്നേ 10 മിനിറ്റ് മുന്നേ അറിഞ്ഞാലും ആ ഒരു സ്പോട്ടിൽ അനൗൺസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് നഷ്ടപ്പെടും. അത് ഞാനൊരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ അറിയിച്ചു എന്ന് മാത്രം. എല്ലാവരും അതേപോലെ ചിന്തിക്കണം എന്നില്ല. എല്ലാവർക്കും ആദ്യം അറിയാനായിരിക്കും ആഗ്രഹം. പക്ഷേ ആ ഒരു സസ്പെൻസ്, ആ ഷോ നടത്തുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെ പുറത്ത് പോകണം എന്നായിരിക്കില്ല അവർ ആഗ്രഹിക്കുന്നത്. കാരണം അപ്പോഴല്ലേ ആ ഷോൻ്റെ ആ ഒരു 100% നമുക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, നമ്മൾ കാണുന്ന ആൾക്ക്. ഞാൻ ഒരു ആളുടെയും ഫാനായിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്, ജനറലായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാനത് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിൽ ഉൾക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ല, നിങ്ങൾ ഇത്രയും ധിക്കാരപരമായിട്ട് നിങ്ങൾ കാണണ്ട, നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട, അങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തീരെ എന്തോ പോലെ തോന്നി. കാരണം ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ കാണുന്നതല്ലേ നിങ്ങളുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിപ്പോൾ എന്നെപ്പോലെ നിഷ്പക്ഷമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ കാണുന്നുണ്ടായിരിക്കാം. അല്ലാതെ ഒരു ആർമീനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ ചാനൽ കാണാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പക്ഷെ അതിനെ നിങ്ങൾ ഉൾക്കൊണ്ട രീതി വേറൊരു രീതിയിലാണ്. അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല.